സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR നടപ്പിലാക്കാൻ പോകുന്നു. ഇതൊരു ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തിടുക്കത്തിലെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. ഈ SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ആ പദ്ധതി തന്നെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി അല്ല. കാരണം അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. അതായത് ഇന്ത്യക്കാരല്ലാത്ത കുടിയേറ്റക്കാരായ ഇവിടെ നിന്നും നാട് കടത്തപ്പെടേണ്ട ഏതെങ്കിലും പ്രത്യേക ചില വിഭാഗങ്ങളുണ്ട്. അവരെ നാട് കടത്തുക എന്നുള്ള അന്തിമ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെയുള്ള ഒരു വളഞ്ഞ വഴിയിലൂടെ അവരെ പുറത്താക്കുക അതാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം. അപ്പോൾ അത് ആദ്യം ആരംഭിച്ചത് ബീഹാറിലാണ് ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ നടത്തിയ വോട്ട് ചോരിയുടെ ഒരു രണ്ടാം ഘട്ടമായിട്ട് വോട്ട് മോഷണത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ അത് കണ്ടുപിടിച്ചു. 65 ലക്ഷം പേരെയൊക്കെയാണ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒറ്റയടിക്ക് 65 ലക്ഷം പേരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പുറത്താകുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ 65 ലക്ഷം പേര് വെളിയിൽ പോയാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിലാണ് അല്പമെങ്കിലും മെനക്കെട്ട് പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം. നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ ജയിച്ചാലും തോറ്റാലും വേണ്ടിയില്ല, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കയ്യിൽ മഷിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നൽ കുറച്ചെങ്കിലും ഉള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 25-ാം തീയതി, കഴിഞ്ഞ 25-ാം തീയതിയാണ് ഫൈനൽ വോട്ടർ ലിസ്റ്റ് വന്നത്. SIR വന്നതിൻ്റെ ചെവട് പിടിച്ച്, SIRൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഇവിടെ വലിയ ഒരു മാറ്റം വന്നിട്ടുള്ളത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് മുമ്പ് നമ്മൾ SCC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെബ്സൈറ്റ് കയറിയാൽ നമ്മുടെ വോട്ടർ ലിസ്റ്റ് പേരുണ്ടോ എന്ന് പരിശോധിക്കാമായിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പറും ഒക്കെ വരുമായിരുന്നു. ഇപ്പം ശ്രീ ഗോപൻ കയറി നോക്കൂ, ആ വോട്ടർ ID ഇല്ല, ഫോട്ടോയും ഇല്ല. പകരം SEC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 9 അക്കമുള്ള ഒരു നമ്പറാണ്. അതായത് ഈ നമ്പറും കൊണ്ട് പോളിംഗ് ബൂത്തിൽ ചെന്നാലേ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നേരെ വോട്ടർ IDയും കൊണ്ട് നേരെ ചെല്ലും. അവർ വാങ്ങിച്ച് നോക്കിയിട്ട് മറ്റേ നമ്പർ എന്ത് ചെയ്യും? ഏത് നമ്പർ? അത് പോയി എവിടുന്നെങ്കിലും ആ നമ്പർ എടുത്തുകൊണ്ട് പോകാം. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? പോളിംഗ് ബൂത്തിൽ അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പോളിംഗ് ബൂത്തിൽ വന്ന് ഈ വോട്ടർ ID വെച്ച് ആ ആളിൻ്റെ പാൻ നമ്പർ പോലെ ഒരു നമ്പറാണ്, ആ നമ്പർ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ അത് ഇവിടെ ശ്രീ ശബരിനാഥൻ XMLA അതിവിടെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ആരും അത് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അന്ന് ഇലക്ഷൻ കമ്മീഷനോട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലും അതില്ല. അത് ഭയങ്കരമായി ഇവിടുത്തെ ഇലക്ഷനെ ബാധിക്കും. അതൊരു ഭാഗം. 2, SIR വിശദീകരിക്കാൻ വേണ്ടി കേരളത്തിലും 12 സംസ്ഥാനങ്ങൾക്കൊപ്പം ഇവിടെയും ശ്രീ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ബാധകമാകും, ചിലപ്പോൾ ബാധകം ആകില്ല. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരിധിയിൽ നിൽക്കുന്നതായതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ അത് ബാധിക്കില്ല എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും SIR അനുസരിച്ച് ആണെങ്കിൽ 2002 ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ 2.24 കോടി ആളുകളായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇറക്കിയിരിക്കുന്നതിൽ 2.78 കോടി ആളുകളാണ് ഉള്ളത്. ഈ കണക്ക് വെച്ച് പലരും നോക്കുമ്പോൾ ഇതിൻ്റെ ബാലൻസ് അല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. 2002 ഉണ്ടായിരുന്ന എത്രയെങ്കിലും പേര് മരണപ്പെട്ടു പോയി.
അപ്പോൾ അതും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എണ്ണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതാവും. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് നവംബർ 4-ാം തീയതി തൊട്ട് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ, അത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, മറ്റേ പാർട്ടികളുടേത് BLAമാരാണ്, ഏജന്റുമാർ. അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ BLOമാർ നവംബർ 4 തൊട്ട് നമ്മളുടെ എല്ലാം വീടുകളിൽ വരും. വന്നിട്ട് എന്യൂമറേഷൻ ഫോം ഒരാളിന് ഒരെണ്ണം വെച്ച് ആ വീട്ടിൽ തരും. നമ്മളെല്ലാ പേരും ഈ ഫോറം പൂരിപ്പിച്ച് കൊടുക്കണം. ഫോറം പൂരിപ്പിച്ച് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ ഇവർ അതിനെ വെരിഫൈ ചെയ്യും. 2002 ഉള്ളവരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, അന്നത്തെ ലിസ്റ്റിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അതിൽ പെടാത്തവരാണെങ്കിൽ ഈ പെടാത്തവരുടെ ആ അച്ഛനോ അമ്മയോ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് പേര് ചേർക്കാം, അവർക്ക് വോട്ട് കിട്ടും. ഇനി അത് ഓരോ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൃകൃത്യം നമ്മൾക്ക് ഇപ്പോൾ കൈവശമില്ല. ഇന്ന പീരീഡ് മുതൽ ഇന്ന പീരീഡ് വരെ ആണെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മതി. അത് കഴിഞ്ഞൊരു പീരീഡ് വെച്ചിട്ടാണെങ്കിൽ അച്ഛനും അമ്മയും വോട്ടേഴ്സ് ലിസ്റ്റിൽ വേണം. ഇതൊക്കെ ഞാൻ മുമ്പ് വായിച്ചു നോക്കിയതുള്ളത് വെച്ചിട്ട് പൗരത്വത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെയാണ്. അല്ല, ഇത് വളഞ്ഞ വഴിയിലൂടെ പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ളൊരു സമീപനമാണോ ഇത്? അല്ല, അതിൻ്റെ മറ്റൊരു വേർഷനാണ്. ആരംഭത്തിലെ ഒന്ന് സൂചിപ്പിച്ചത്. ഡയറക്റ്റായിട്ട് പറയുന്നില്ല. ഡയറക്റ്റായിട്ട് പറയുമ്പോഴാണല്ലോ കുഴപ്പം. ഇങ്ങനെയൊക്കെ കൊണ്ട് അത് വോട്ടേഴ്സ്. അതിനകത്ത് വേറൊരു സാധ്യത ഇവർ പറയുന്നത്, ഈ പൗരത്വ ഭേദഗതി ഞാൻ വളഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ താങ്കൾ പറയണം. മാത്രമല്ല, ഈ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ട് പുറത്തു പോയവർക്ക് തിരികെ വരാമല്ലോ. അങ്ങനെ കൂടി ഒരു സാധ്യതയില്ലേ? പണ്ട് പേരുണ്ടായിരുന്നവർ അങ്ങനെയാണോ? 2002 ഉള്ളവർക്ക് കുഴപ്പമില്ല. 2002 എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനുശേഷം കൂട്ടുകോട്ടുകൾ ഈ 2014-ലും 2018-ലൊക്കെ വോട്ട് ചെയ്തവരുണ്ട്. അവർക്ക് പോലും ഇപ്പൊ ഹിയറിംഗ് വെച്ചേക്കാണ്. ആണ്. അതായത് ഇത് ഉറപ്പുള്ളത് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ പൗരത്വത്തിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു 1952 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് കുഴപ്പമില്ല. എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്നോട്ടെന്നൊക്കെ പറയുമ്പോൾ 1952 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പാണ്. ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന് ഉണ്ടായ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർക്കോ അവരുടെ മക്കൾക്കോ ഒന്നും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഏറ്റവും പുതിയത് പോലും പലതും കാണുന്നില്ല. 98-ൽ ശബരിമലയിൽ സ്വർണം പ്ലേറ്റ് ചെയ്തതിൻ്റെ രേഖകൾ പോലും കാണാനില്ല എന്ന് പറയുന്ന നാട്ടിലാണോ 1952 വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മളെങ്ങനെ പരിശോധിക്കും? അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ആ ഒരു പരിശോധന എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതോ ഒരു വിഭാഗത്തിന് ഇതിനകത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു സമീപനമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഈ 2002 പ്രത്യേകത എന്താ? 1952 എന്ന് പണ്ട് പറഞ്ഞത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നുണ്ടായിരുന്നവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. പിന്നീട് വന്നവരൊക്കെ കുടിയേറ്റക്കാരോ വലിഞ്ഞു കയറി വന്നവരോ ആണെന്നൊക്കെ പറയും. ഈ 2002 എന്നുള്ള ഒരു വർഷത്തിന് പോലും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ട് നിഷ്പക്ഷമായിരുന്നു. NK ശേഷൻ എന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പാലക്കാട്ടുകാരൻ പട്ടർ വന്നപ്പോഴാണ് ഈ പദവി എന്താണെന്നും അതുപോലെയുള്ള കൂറുമാറ്റവും ഈ ചെലവും ഒക്കെ കൃത്യമായി കാണിക്കണം, ചെലവ് കാണിക്കാത്തവർ അയോഗ്യരാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വളരെ ചില ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ടായാലും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ അധികാരങ്ങളും ഒക്കെ ചില വ്യക്തികളിലൂടെയാണ് അത് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിനു മുഴുവൻ അട്ടിമറിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, ഒരു സംശയമില്ല. കാരണം ആ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട ആ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും സുതാര്യമായി നടക്കേണ്ട ഒരു വിഷയമല്ലേ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. അവിടെ പോലും ലിസ്റ്റ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കുമ്പോഴോ പ്രിൻ്റ് ചെയ്ത അട്ടിയിട്ട് ഇത് കൊടുക്കുക. അതിൽ നിന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ ഗൂഢലക്ഷ്യമുണ്ട്, ഒരു സംശയമില്ല. അത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ കാണും. അന്തിമ ലക്ഷ്യം കേന്ദ്രത്തിൻ്റേത് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി
നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ കേരള ഗവൺമെൻറ് അതിനെതിരെ പ്രമേയം വരെ നിയമസഭയിൽ ഐകകണ്ഠേന പാസ്സാക്കിയവരാണ്. പക്ഷേ അന്ന് നടന്ന സമരത്തിലെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. നിലപാടില്ല. ആളുകളെ കാലാകാലങ്ങളിൽ സൂചിപ്പിക്കാൻ വേണ്ടി ഇത് കോടതിയിലേക്ക് പോവുകയാണല്ലോ. ഈ SIR-യുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയത്തിൽ കോടതിയിലേക്ക് പോവാണ്. അവ്യക്തത ആണ് അല്ലെങ്കിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് MP ജയരാജൻ അടക്കമുള്ളവർ അഭിഭാഷകരോട് സംസാരിച്ചു കഴിഞ്ഞു. അതെ, അവർ നേരെ കോടതിയിലേക്ക് പോവുകയാണ്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തത്. അതെ, എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം കോൺഗ്രസും ചേരുമായിരിക്കും തീർച്ചയായും. ഇപ്പോൾ ഇവിടെ ഈ എന്നാൽ BJP-ക്കാർ ഇതിനോട് വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് SIR-നെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയപ്പെട്ടത് CPM-ഉം കോൺഗ്രസും ഒക്കെ അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം അഴിമതിയും ക്രമക്കേടുമൊക്കെ സംരക്ഷിക്കുവാനാണ് ഇവർ എതിർക്കപ്പെടുന്നത് എന്നുള്ള സംശയമാണ് BJP ഉന്നയിക്കുന്നത്. അല്ല, അത് BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആണല്ലോ. ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമാണെങ്കിലും നമ്മളുടെ ഒരു വെപ്പ് ഭരിക്കുന്നവരുടെ ഒരു വെപ്പല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100% അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവരിതിനെ എതിർക്കാത്തത്. 2, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP-ക്ക് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവരതിനെ കാണുന്നത്. അപ്പോൾ ഇതിനെ BJP ഇതിനെ അനുകൂലിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സംശയമുണ്ടാകും. ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇങ്ങനെ മരവിപ്പിക്കുകയും എന്ത് ജോലിയാണെന്ന് നോക്കുക. നമ്മളൊക്കെ ആ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടോ എന്ന്, വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോൾ ഈ വോട്ട് ചെയ്യാൻ മടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെട്ടു. കാരണം ഇനി വോട്ട് ചെയ്യണ്ടല്ലോ. ഇനി ഇവരെയൊക്കെ ഈ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ബാധകമാകില്ല. അടുത്ത നിയമസഭ തൊട്ടുള്ളതായിരിക്കാം ലക്ഷ്യം. അത് മാത്രമല്ല, കേരളം മാത്രം ഒരു സംസ്ഥാനത്തിനെ ഒഴിവാക്കിയാൽ ബാക്കി സംസ്ഥാനങ്ങൾക്ക് കോടതി പോകാം. അതുകൊണ്ടാണ് കേരളത്തെയും പിടിച്ചെടുത്തത്. ഇനി കോടതിയിൽ പോയാൽ മിക്കവാറും സുപ്രീം കോടതി അവിടെ പറയാൻ പോകുന്നത് സുപ്രീം കോടതി ഭരണഘടനാ സ്ഥാപനം പോലെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നെ അവിടെ വരുന്നത് സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയുണ്ട്. കാലാകാലങ്ങളിലെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എടുക്കുന്ന തീരുമാനം ബുദ്ധിപരമാണോ മണ്ട തീരുമാനമാണോ എന്നല്ല ഞങ്ങൾക്ക് നോക്കേണ്ടത്, ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണോ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ. ഏറ്റവും മണ്ട തീരുമാനം എടുത്താൽ ഞങ്ങൾക്കത് റദ്ദ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് നിർണായകമായ നോട്ട് നിരോധനത്തിലാണെന്ന് തോന്നുന്നു. നോട്ട് നിരോധനത്തിനെ എതിർത്ത് ചെന്നപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഇതാ. അത് ശരിയോ ബുദ്ധിപരമോ എന്ന് നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞ വിധി പോലെയുള്ള വിധികൾ ഉള്ളത് കൊണ്ട് നിയമപരമായി അതിനെ ജയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.